ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിയും കുറുക്കിയാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പോത്തിറച്ചിയാണ്, ബീഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ബീഫ് വേണം, കൂർക്ക വേണം. ഇത് താളിക്കാനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതിൽ വെളുത്തുള്ളി 3 എണ്ണം, ചുവന്നുള്ളി കുറച്ച് കൂടുതലുണ്ട്. ഇഞ്ചി വളരെ ചെറിയൊരു പീസാണ്, ഒരു പച്ചമുളക്. ഈ പച്ചമുളകിന് ഭയങ്കര എരിവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം. നമ്മൾ നാട്ടിൽ കിട്ടുന്ന നീളം കൂടിയ നല്ല പച്ച കളറിലുള്ള മുളകാണെങ്കിൽ 2-3 ഇടാം. അതിന് എരിവില്ല, എരിവ് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് വറുക്കണം. ഇത് വറുത്ത തേങ്ങയാണ്, ഇനി ഇത് അരയ്ക്കണം. ഈ തേങ്ങ നല്ല ചുമക്കനെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കാതിരുന്നത്. കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് തേങ്ങ വറുക്കുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ചെടുക്കണം. അത് മിക്സിയിലായാലും അല്ലെങ്കിൽ അമ്മിയിലായാലും കുഴപ്പമില്ല. അത് അരച്ചിട്ട് ആ മിക്സി ആണെങ്കിൽ മിക്സി, അമ്മിയാണെങ്കിൽ അമ്മി, ആ കഴുകിയ വെള്ളം കൂടി നമുക്ക് ഈ കറിയിലോട്ട് ചേർക്കണം. ഇനി ബീഫ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബീഫ് വേവിക്കുമ്പോൾ അതിലോട്ട് എല്ലാ മസാലയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതിലോട്ട് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, 2 അല്ലി നമ്മുടെ മല്ലിയില, ഇതെല്ലാം ചേർത്ത് വേവിച്ച് ചാറോട് കൂടി വേവിച്ച് വെച്ചിട്ടുള്ളതാണത്. നല്ല നെയ്യുള്ള ബീഫാണെങ്കിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇവിടുത്തെ ബീഫിന് വലിയ നെയ്യില്ല, എന്നാലും നെയ്യുള്ള ബീഫ് കിട്ടുകയാണെങ്കിൽ അതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നെയ്യുള്ള ബീഫാണെങ്കിലാണ് കപ്പയ്ക്കും അല്ലെങ്കിൽ കൂർക്കയ്ക്കും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് കൂട്ടിയിട്ട് വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ബീഫ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. എല്ലൊന്നുമില്ല അതിൽ, എല്ലുള്ള ബീഫാണെങ്കിലും ഓക്കെയാണ്, അതിൽ എല്ലൊന്നുമില്ല. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് മല്ലിപ്പൊടി, മുളകും പൊടിയും വേണം. അത് 2 ചൂടാക്കിയിട്ടാണ് അതിലോട്ട് ചേർക്കേണ്ടത്. ഈ ചൂടാക്കിയിട്ട് എനിക്കിവിടെ ഞാൻ മല്ലിപ്പൊടി വീട്ടിൽ തന്നെ മല്ലി വറുത്ത് പൊടിച്ചെടുത്ത പൊടി ആയതുകൊണ്ട് ഞാനത് ഡയറക്റ്റാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച മല്ലിപ്പൊടിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഈ മുളക് പൊടിയുടെ കൂടെ ഒന്ന് ചൂടാക്കുക. ആ മുളക് പൊടി ഈ മല്ലിപ്പൊടിയും കൂടി ഒരുമിച്ച് ചൂടാക്കിയിട്ട് കറിയിലോട്ട് ചേർക്കണം. പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നല്ല നീളത്തിൽ അരിഞ്ഞ് അവസാനം താളിക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കണം. പിന്നെ ഇതിലോട്ട് ഗരം മസാല വേണം. അതും വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല തന്നെയാണ്. അത് ഇനി ഒരു അവസരത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. അതെന്ത് മസാലയായാലും ഗരം മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും അതിലോട്ട് ചേർക്കണം. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം. ഇങ്ങനെയാണ് ഞാനിവിടെ ഇറച്ചിയും കുറുക്കി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഇറച്ചിയും കുറുക്കി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിലോട്ട് ഞാൻ ബീഫ് ഇട്ടു, കൂർക്കയും ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ തീ ഓൺ ചെയ്തിട്ടില്ല, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമുക്കിതിൽ മല്ലിപ്പൊടി, മുളകും പൊടിയും ചേർക്കണം. മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കുകയാണ്. മുളക് പൊടി ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറുത്ത മല്ലിപ്പൊടി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടിയും ഒരുമിച്ച് ചൂടാക്കി കരിയാതെ വളരെ ഇളം തീയിലിട്ട് ചൂടാക്കി ഇതിലോട്ട് ചേർക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോകും. മല്ലിപ്പൊടി മുളകും പൊടിയും കൂടി ഒരുമിച്ച് ഞാൻ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ വറുത്ത മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഉള്ളൂ നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമല്ലിപ്പൊടി മുളക് പൊടിയുടെ കൂടെ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് കരിയരുത്. ഇത് തീ ഓൺ ചെയ്ത് ഫ്രൈ പാൻ ചൂടായിട്ട് പൊടികൾ ഇടരുത്. പൊടികളൊക്കെ ഇട്ട് എല്ലാം റെഡിയായതിനു ശേഷം മാത്രം തീ ഓൺ ചെയ്ത് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാൻ. മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടുള്ളത്, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കാരണം ബീഫ് വേവിക്കുമ്പോൾ ഞാൻ എരിവ് ചേർത്തിട്ടുണ്ട്, മുളകും ചേർത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്, മുളക് പൊടി പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫിൽ നല്ല എരിവുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞാൻ ചേർക്കുന്ന എരിവും നോർമൽ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി ഞാൻ താളിക്കാൻ എടുക്കുന്ന പച്ചമുളക് ഞാൻ പറഞ്ഞുള്ള സ്പൈസിയാണ്, അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടില്ല. കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അതും ഈ മല്ലിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കണം. മല്ലിപ്പൊടി നിങ്ങളുടെ പാകത്തിനിടാം. മല്ലിപ്പൊടി മുളക് പൊടിയേക്കാൾ കൂടുതൽ ഇടണം, കാരണം ഇത്രയും ബീഫും കൂർക്ക ഉള്ളതല്ല. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ഞാനിതിൽ ചൂടാക്കുന്നത്, എൻ്റെ കയ്യിൽ വറുത്ത മല്ലിപ്പൊടി കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ അതോട്. അപ്പോൾ ഇതാ ചൂടായിട്ട് കളറൊക്കെ മാറി നല്ലൊരു മണം വരും അതിൻ്റെ. ആ സമയത്ത് അതിലോട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓണാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. കുറച്ച് സമയം ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് തേങ്ങ വറുത്തത് അരച്ച് വെച്ച് ചേർത്താൽ മതി. ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോഴാണ് കറക്റ്റായിട്ട് അത് മിക്സ് ആവുള്ളൂ. ഇനി നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോഴും കുറച്ച് വെള്ളം ചേർക്കും.
ഞാൻ ഇത്തിരി കുഴമ്പൻ പരുവത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. ഭയങ്കര ഡ്രൈ ഫോമിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് വെള്ളത്തോട് കൂടിയാണ്, വെള്ളമല്ല നല്ല ഗ്രേവി കുറുകിയ ചാറോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണ്ട, കാരണം ബീഫിലും കൂർക്കയിലും ഉപ്പുണ്ട്. തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സായി വരട്ടെ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ബീഫും കൂർക്കയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ യോജിച്ച് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് മിക്സിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ പാത്രത്തിലും കൂടി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ഒന്നും ചെയ്യരുത്. നന്നായിട്ടത് മിക്സ് ചെയ്ത് ഇതിലോട്ടൊക്കെ പിടിക്കണം, അല്ലെങ്കിൽ തേങ്ങയുടെ മണങ്ങനെ പുറത്തോട്ട് വരും. ഇനി ബീഫിലോട്ടും കൂർക്കയിലോട്ടേക്ക് തേങ്ങ നന്നായിട്ട് ആയതിനു ശേഷം ഇനി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കും. തേങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉപ്പ് കുറയും, അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ശരിയായിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതിപ്പോഴല്ല ലാസ്റ്റ് കഴിയുമ്പോൾ. ഇതിപ്പോൾ നമ്മുടെ ബീഫും കൂർക്കയൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി നല്ല പാകത്തിന് ചാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അപ്പുറത്ത് അടുപ്പത്തോട്ട് മാറ്റിയിട്ട് നമ്മളുടെ താളിക്കാനായിട്ട് തുടങ്ങാം. ഫ്രൈ പാനായിട്ട് വയ്ക്കുക, പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇപ്പം നാട്ടിൽ നല്ലപോലെ കൂർക്കയൊക്കെ കിട്ടുന്ന സമയമാണ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളികളൊക്കെ ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നടുപ്പിളർന്ന് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു മുളകായതുകൊണ്ടാണ് ഞാനിത് കുറച്ചിടുന്നത്. ഗ്യാസ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. എന്നിട്ട് ഈ വെളിച്ചെണ്ണയാവുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 4 കൂടി ഇതിലോട്ട് ചേർത്ത് അത് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് താളിച്ച് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കണം. വെളിച്ചെണ്ണ കാഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളികളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഉള്ളി കരിഞ്ഞു പോരുത്, അപ്പോൾ നമ്മുടെ കറി ഇത്രയും നേരം നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റൊക്കെ മാറിപ്പോവും. കരിഞ്ഞു പോകാതെ ഒരു നല്ല ബ്രൗൺ കളറാവുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിലോട്ട് വേപ്പില ഇടണം. എന്നിട്ട് വേപ്പില ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതാകെ കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റും നല്ല മണമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇട്ടാൽ മതി വേപ്പില. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം അങ്ങനെ ലൈറ്റായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ വേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള വേപ്പില തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോകാനായിട്ട് നിൽക്കരുത്. ഉള്ളി അത്യാവശ്യം നന്നായി ബ്രൗൺ കളർ ആകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി. ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഈ ഗരം മസാല ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മസാലയുടെ മണം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലയാകുമ്പോൾ നല്ല മണം ഉണ്ടാവും അതിന്. അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാല മണം മാത്രവും നമുക്കിതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. നിങ്ങൾ പേടിക്കുന്ന മസാലയൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല, അതിൻ്റെ സ്മെല്ല് അനുസരിച്ച് നമ്മളതിന് വ്യത്യാസം വരും. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുക. താളിച്ച് കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മസാലപ്പൊടി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ആ ചൂടിക്ക് ഇടുന്നിട്ട് ആ മസാല
മണം പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മളതിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം പോവും. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്കധികം എരിവ് കറിയിൽ തോന്നിയില്ല, കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇടുന്നുള്ളൂ, ഒരുപാട് ഇടുന്നില്ല, കുറച്ച് കുരുമുളക് പൊടി. ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പോൾ ആ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമ്മൾ എപ്പോഴാണോ നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചിലർക്കൊക്കെ അതിൽ സവോളയും മല്ലിയിലയും കൂടി മുകളിലിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം. അത് വെറുതെ കഴിക്കുകയാണെങ്കിൽ മാത്രം. അതല്ലാതെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ സവോളയും മല്ലിയിലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളൊക്കെ വെറുതെയാണ് കഴിക്കുന്നത്, ചോറിൻ്റെ കൂടെ ഇല്ല. അപ്പം ഞാൻ സവോളയും മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുക. ഇപ്പോൾ നമ്മുടെ ഇറച്ചിയും കുറുക്കിയും അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. ഇതിന് എങ്ങനെയായിരുന്നു നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല എല്ലാം നന്നായി പിടിച്ച് ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു, നല്ലതായിരുന്നു. ഉപ്പും മുളകും ഒക്കെ കറക്റ്റാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ കഴിക്കാൻ സമയത്ത് ഞാനിവിടെ വളരെ ചെറുതാക്കി കൊത്തിയെറിഞ്ഞ സവോളയും മല്ലിയിലും കൂടി ചെറുതായിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെതറിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ വിളമ്പുമ്പോൾ ഫോട്ടോ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും കൂർക്ക അവൈലബിൾ ആണ്. കുറച്ച് കഴിഞ്ഞാൽ കൂർക്ക കിട്ടില്ല. അപ്പോൾ കൂർക്ക കിട്ടുമ്പോഴേ നമുക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂർക്ക കിട്ടുന്നവരൊക്കെ ഇറച്ചിയും കൂർക്കയും ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.